നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സോമ, നമ്മുടെ ശങ്കരൻ എത്ര വർഷത്തെ ബന്ധമായിരുന്നു രാവനുമായി. ഈശ്വരൻ ഇത്രയ്ക്ക് ക്രൂരനാകരുത്. ഇത്ര പെട്ടെന്ന് അവനെ സോമ, നമ്മളിനി എന്ത് ചെയ്യും? ഈ അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ മാധവ? ഇനി ശങ്കരന് കൊടുത്ത പണം തിരികെ കിട്ടുമോ? വന്ദനയുടെ വിവാഹത്തിനുള്ള പണം ഇനി എവിടെ നിന്നുണ്ടാക്കും? ശങ്കരനോടൊപ്പം അതും പോയില്ലേ? സോമ, ചന്ദ്രിക ആര് പണം കടം കൊടുത്ത കാര്യം സോമേട്ടൻ പറഞ്ഞത്? അല്ല ചന്ദ്രികേ, അത് ശങ്കരൻ തൈവേലിക്കകത്ത് ഉണ്ണിച്ചേട്ടന് കടം കൊടുത്ത കാശിന്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. Good morning. Good morning, sir. Morning. Good morning, sir. Morning. Good morning. Good morning. Morning, Morning, sir. morning. Morning, sir. Morning. Good morning, sir. Good morning. വന്ദനമ്മേ, ഓഫീസിൽ വന്ന് വന്ദനെ കാണണമെന്ന് ദിയമ്മക്ക് ഒരേ നിർബന്ധം. അതുകൊണ്ടാ ദിയമ്മോളെ കൂടെ കൂട്ടിയത്. വന്ദനമ്മേ, അച്ഛൻ കള്ളം പറയാ. ഓഫീസിൽ വന്ന് വന്ദനമ്മയെ കാണണോന്നും പറഞ്ഞ് അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. മോളെന്തെന്ന് സ്കൂളിൽ പോവാത്തെ? ഇന്ന് സ്കൂൾ അവധിയാ. വന്ദനമ്മ എന്നാ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്? അമ്മ വരും അധികം വൈകാതെ. നമ്മുടെ വിവാഹ വാർത്ത സ്റ്റാഫിനെ അറിയിക്കണ്ടേ? ഫ്രണ്ട്സ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. അധികം വൈകാതെ ഞാനും ഈ നിൽക്കുന്ന വന്ദനയുമായിട്ടുള്ള വിവാഹം നടക്കും. എല്ലാവരെയും അഡ്വാൻസ് ആയിട്ട് കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം പെട്ടെന്നാണ് എല്ലാം തീരുമാനിച്ചത്. അതുകൊണ്ട് മുൻകൂട്ടി നിങ്ങളൊന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല. സോറി. കൺഗ്രാറ്റ്സ്, സർ. താങ്ക് യു. താങ്ക് യു. വിവാഹത്തിന്റെ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല, എന്നാലും എല്ലാരെയും മുൻകൂട്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ. വിവാഹ നിശ്ചയം പ്രമാണിച്ച് ഇന്ന് എല്ലാവർക്കും ഉച്ചഭക്ഷണം എന്റെ വക. എന്താണ് വേണ്ടെന്ന് നിങ്ങൾ പറ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിനുള്ള ചെലവായിട്ട് എല്ലാവർക്കും എന്റെ വക ഐസ്ക്രീം. വേണ്ട, ഇരിക്കും മോളെ, ഇരിക്കും. വേണ്ട, ഇരുന്നോളൂ. വിഷമിക്കാതെ.
എന്റെ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് കൂട്ടുകാരൻ അങ്ങ് പോയില്ലേ സാറേ? കുടുംബത്തിന്റെ പിടിവള്ളിയാ പോയത്. ഞങ്ങൾക്കിനി ആരുണ്ട്? ഞാനിതെങ്ങനെ സഹിക്കും? ഇങ്ങനെ വിഷമിക്കല്ലേ. മോനൊന്ന് വന്നേ. വാ. ഇപ്പോ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ അത്യാവശ്യക്കാരനായിപ്പോയി. ആശുപത്രിയിൽ വച്ച് ശങ്കരൻ എനിക്ക് ചെക്ക് തരാൻ തുടങ്ങിയതാണല്ലോ. അപ്പോ ഞാനത് വാങ്ങിയില്ല. ഇപ്പോ ആ ചെക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. തനിക്ക് തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നേക്കാം. ഓനെ അതിൽ ഒപ്പിട്ട് വെച്ചൊരു ചെക്ക് ലീഫുണ്ട്. അതൊന്നും ഇപ്പൊ വേണ്ട. എന്താ ശങ്കര ഇത്? ഈ സമയത്താണോ കാശിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? എടോ മാധവ, താനെന്നാ 10 ലക്ഷം രൂപ കടമായി തന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം നടത്താൻ കഴിയാതെ പോയേനെ. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഏത് ചെക്കിന്റെ കാര്യം ചോദിക്കുന്നേ? അയ്യോ, ആ നിൽക്കുന്ന പൂജയുടെ വിവാഹം നടത്താൻ ശങ്കരന് ഞാൻ 10 ലക്ഷം രൂപ കടം കൊടുത്ത കാര്യം നിനക്കറിയാലോ. നിന്റെ അമ്മയും അതിന് സാക്ഷിയാ. കൊള്ളാം, നല്ല കഥയായി. അമ്മേ, കേട്ടില്ലേ? ഇയാളിൽ നിന്നും അച്ഛൻ 10 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന്. അമ്മ അതിന് സാക്ഷിയാണ് പോലും. പെങ്ങളെ, എന്റെ മോള് വന്ദനയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. ഇനി 4 ദിവസമേ ഉള്ളൂ. ചില്ലി കാശ് കയ്യിലില്ല. നിങ്ങളുടെ മോളുടെ കല്യാണാവശ്യത്തിന് തന്ന പണം എന്റെ മോളുടെ കല്യാണാവശ്യത്തിന് തിരിച്ചു തരണം. ചതിക്കരുത് പെങ്ങളെ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളെ പോലെ മാന്യനായ ഒരാളിൽ നിന്നും ഇങ്ങനൊരു നട്ടാക്കുരുക്കാത്ത നുണ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ ഭർത്താവിന് നിങ്ങൾ പണം കൊടുക്കുന്നതിന് ഞാൻ സാക്ഷിയാണെന്നോ? അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. കള്ളമാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നതെല്ലാം പച്ച കള്ളമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.